ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് +1, അതായത് HSC, VHSC, CBSE, ഓപ്പൺ സ്കൂള് ഈ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന +1ന്റെ ഇംഗ്ലീഷിനകത്ത് ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഈ നിങ്ങളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിനകത്ത് ആകെ 6 യൂണിറ്റുകളാണുള്ളത്. ഓരോ യൂണിറ്റിലും 3-4 ചാപ്റ്ററുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ യൂണിറ്റിന്റെ പേര് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്നാണ്. ഗ്ലിംസസ് എന്ന് പറഞ്ഞാൽ ദൃശ്യങ്ങൾ, ഗ്രേറ്റ്നെസ് അതായത് മഹത്വത്തിന്റെ ദൃശ്യങ്ങൾ എന്ന പേര് കൊടുത്തിരിക്കുന്നതാണ് ആദ്യത്തെ യൂണിറ്റ്. ഈ യൂണിറ്റിനകത്ത് 4 ചാപ്റ്ററുകളാണ് വരുന്നത്. ആദ്യത്തത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ഒരു ഐറിഷ് എഴുത്തുകാരനായ ലിയാം ഒ ഫ്ലാഹേർട്ടി എഴുതിയ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു രസകരമായ ഒരു കഥയാണ് ആദ്യത്തത്. രണ്ടാമത്തത് APJ അബ്ദുൽ കലാമിന്റെ ഐ വിൽ ഫ്ലൈ എന്ന ചാപ്റ്ററാണ്. മൂന്നാമത്തത് കിറ്റി ഗെയിലിന്റെ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്നൊരു ചാപ്റ്ററാണ്. നാലാമത്തത് റുഡിയാർഡ് കിപ്ലിങ്ങിന്റെ ഇഫ് എന്നൊരു ചെറിയ പോമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു ഐറിഷ് എഴുത്തുകാരനായ ലിയാം ഒ ഫ്ലാഹേർട്ടിയാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം 1896 ജനിക്കുന്നത്. 1984 അദ്ദേഹത്തിന്റെ മരണം. അദ്ദേഹം his books are famous for their psychological vision into the problems of life and the ways of overcoming them. അതായത് ജീവിത പ്രശ്നങ്ങളും അവയെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ള ഒരു തീമാണ് അദ്ദേഹം പ്രധാനമായിട്ട് അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ പ്രതിഫലിക്കുന്നത്. അപ്പോൾ ഈ കഥയും അതേ തീം തന്നെയാണ് ഈ കഥയിലും ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഇൻട്രൊഡക്ഷൻ പോലെ അമേരിക്കൻ പ്രസിഡന്റായ എബ്രഹാം ലിങ്കന്റെ ചെറുപ്പകാലത്തുണ്ടായ ഒരു ചെറിയൊരു സംഭവം ഇൻട്രൊഡക്ഷൻ ലെസൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യൂണിറ്റിന്റെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് വിൻസൻ ചർച്ചിലിന്റെ ഒരു കോട്ട് നമ്മുടെ മനസ്സിൽ നമുക്ക് വെക്കാം. ആ കോട്ട് വെച്ച് തന്നെയാണ് ഈ യൂണിറ്റ് തുടങ്ങിയിരിക്കുന്നത്. അതായത് സക്സസ് ഇസ് നോട്ട് ഫൈനൽ, ഫെയിലിയർ ഇസ് നോട്ട് ഫേറ്റൽ, ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ്. സർ വിൻസൻ ചർച്ചിൽ. അതായത് വിജയം ഒരിക്കലും അവസാന വാക്കല്ല, ഫെയിലിയർ ഒരിക്കലും ഫേറ്റലും അല്ല, അല്ലെങ്കിൽ തോൽവി ഒരിക്കലും മരണതുല്യവുമല്ല. എന്ത് തോൽവി വന്നാലും അതിൽ നിന്ന് പുനർജീവിച്ച് വരാനുള്ള കഴിവാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ തീം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. ഈ ഒരു തീം സൂക്ഷിച്ചാൽ തന്നെ ജീവിത വിജയം എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന എയ്ഡ്സ് ഫസ്റ്റ് സ്പീച്ച്, അല്ലെങ്കിൽ എബ്രഹാം ലിങ്കന്റെ ആദ്യത്തെ സ്പീച്ച്, ആദ്യത്തെ പ്രസംഗം എന്നുള്ള ചെറിയ ഒരു സംഭവം നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണ്, എബ്രഹാം ലിങ്കൻ വളരെ നിപുണനായ ഒരു പ്രാസംഗികനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രസംഗത്തെ പറ്റിയിട്ടാണ് ഈ ചെറിയ കഥ വരുന്നത്. Abe made his first speech when he was a boy. He was without shoes. One suspender held up his trousers. He wore a cheap straw hat. Through a hole in it, some of his hair stuck out. വളരെ ദാരിദ്ര്യമുള്ള ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു ഡ്രസ്സ് പോലും ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് ഷൂസ് ഇല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ട്രൗസേഴ്സിൽ ഒരു സസ്പെൻഡർ, ഒരു വള്ളി മാത്രമേ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് മോശപ്പെട്ട വസ്ത്രധാരണമായിരുന്നു അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത്. അപ്പോൾ അദ്ദേഹം ഒരു സ്ട്രോ, അതായത് തഴപ്പായ കൊണ്ടുണ്ടാക്കിയ ഒരു ഓട്ടകൾ വീണ ഒരു ഹാറ്റാണ് വെച്ചിരുന്നത്. Abe attended a political meeting with his friend Dennis Hanks. ഒരു പ്രാവശ്യം ഒരു കവല പ്രസംഗം കേൾക്കുകയാണ് ഡെന്നിസ് ഹാങ്സ് എന്ന് പറയുന്ന കൂട്ടുകാരനോടൊപ്പം എബ്രഹാം ലിങ്കൺ. ഡെന്നിസ് വാസ് Abe's companion in splitting logs to make rail fences. അതായത് തടികൾ മുറിച്ച്, ലോകം എന്ന് പറഞ്ഞാൽ മരക്കഷ്ണങ്ങൾ മുറിച്ച് ചെറിയ ഫെൻസ്, അതായത് മതിൽ ഉണ്ടാക്കുന്ന ജോലിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു ഡെന്നിസ്.
The meeting was addressed by one of the stump speaker. Stump speaker എന്ന് പറഞ്ഞാൽ കവല പ്രസംഗം നടത്തുന്ന ആളെന്നാണ് അർത്ഥം. സ്റ്റംപ് എന്ന് പറഞ്ഞാൽ ഒരു തടിക്കുറ്റി, ഒരു മരക്കുറ്റിയുടെ മേലെ കയറി നിന്ന് വഴിയരികിൽ പ്രസംഗിക്കുന്ന ആളാണ് സ്റ്റംപ് സ്പീക്കർ. അങ്ങനെ ഒരാളുടെ പ്രസംഗം കേൾക്കുകയാണ്. Stump speakers were those trained political speakers who addressed the audience standing upon tree stumps. The speaker was shouting at the top of his voice and he was making wild signs with his hands. അങ്ങനെ ഒരു കവല പ്രസംഗം നടത്തുന്ന ആള് വളരെ തകർത്ത് പ്രസംഗിക്കുകയായിരുന്നു. At the end of the speech, Abe and Dennis did not agree with the views of the speaker. പ്രസംഗം കഴിഞ്ഞപ്പോൾ എബ്രഹാം ലിങ്കണും കൂട്ടുകാരനും ഈ പ്രാസംഗികൻ പറഞ്ഞ പോയിന്റുകളോടൊന്നും തന്നെ യോജിക്കുന്നുണ്ടായിരുന്നില്ല. Dennis thought Abe could make a better speech than what the speaker had made. He got a dry goods box and asked Abe to reply to the earlier speaker. അപ്പോൾ ഡെന്നിസ് കുറച്ച് ഒഴിഞ്ഞ ബോക്സുകൾ എടുത്തുകൊണ്ട് വന്നിട്ട് എബ്രഹാം ലിങ്കനോട് അതിന് മേലെ കയറി നിന്ന് ഈ പ്രസംഗത്തിന് ഒരു എതിർ പ്രസംഗം നടത്താനായിട്ട് പ്രോത്സാഹിപ്പിച്ചു. Abe threw his straw hat to the ground. He got onto the dry goods box and delivered a speech. എബ്രഹാം ലിങ്കൺ ആ തൊപ്പിയൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ആ പെട്ടിയുടെ മുകളിൽ കയറി നിന്ന് ഒരു പ്രസംഗം അങ്ങോട്ട് തകർത്ത് പ്രസംഗിച്ചു. The crowd listened to the speech attentively and applauded him. കേട്ടു നിന്നവരെല്ലാം ആ പ്രസംഗം ശ്രദ്ധിച്ച് കേൾക്കുകയും അതിനുശേഷം നന്നായിട്ട് കൈയടിക്കുകയും ചെയ്തു. അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൈയടിക്കുക എന്നാണ് അർത്ഥം. Even the first speaker admitted that Abe's was a fine speech and it answered every point in the speech made by him. ഈ കവലപ്രസംഗം നടത്തിയ ആള് പോലും എബ്രഹാം ലിങ്കണെ അവസാനം വന്ന് അപ്രീഷിയേറ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞ പ്രസംഗത്തിന്റെ എല്ലാ പോയിന്റും എബ്രഹാം ലിങ്കൺ കവർ ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞു. Dennis Hanks was very happy. He thought that Abe was the greatest man that ever lived. He went on saying how Abe was a better speaker than the trained campaign speaker. അപ്പോൾ ഡെന്നിസ് എയ്ബിനെ ഒത്തിരി അഭിനന്ദിച്ചു. എയ്ബ് വളരെ നല്ലൊരു പ്രാസംഗികനാണെന്ന് ഡെന്നിസ് അഭിനന്ദിച്ചു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ സ്റ്റോറി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലുണ്ട്, അത് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ലെസൺ, അതായത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള പ്രധാനപ്പെട്ട ലെസണിലേക്ക് പോകാം. ഈ ലെസൺ എഴുതിയിരിക്കുന്നത് ഐറിഷ് എഴുത്തുകാരനായ ലിയാൻ ഓ ഫ്ലാഹേർട്ടി ആണ്. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. The young seagull was alone on his ledge. His two brothers and his sister had already flown away the day before. അപ്പോൾ ഇതൊരു ചെറിയൊരു സീഗളിന്റെ കഥയാണ്. സീഗൾ എന്ന് പറഞ്ഞാൽ കടൽ പക്ഷി അല്ലെങ്കിൽ ഒരു കടൽക്കാക്ക, അതിന്റെ കഥയാണ്. അപ്പോൾ ഈ കുഞ്ഞു സീഗള് തന്റെ ലെഡ്ജ് എന്ന് പറഞ്ഞാൽ പാറയുടെ കിഴക്കാൻ തൂക്കായ പാറയുടെ അറ്റത്താണ് കടൽ പക്ഷികൾ കൂടുകൂട്ടുന്നത്. ആ കൂട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അതിൻ്റെ തലേ ദിവസം തന്നെ ഈ സീഗളിന്റെ ബ്രദേഴ്സും സിസ്റ്ററും കൂടെയുള്ള സിബ്ലിങ്സ്, കൂടെയുള്ള ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാം തന്നെ പറന്നു പോയി കഴിഞ്ഞു. പക്ഷെ ഈ സീഗളിന് പറക്കാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ he had taken a little run forward to the edge of the ledge and tried to flap his wings. ഈ പാറയുടെ അറ്റം വരെ ഒന്ന് ഓടിപ്പോയിട്ട് ചിറകൊന്ന് അടിച്ചു നോക്കി. But he was afraid when he saw the vast sea under him. പക്ഷെ അടിയിൽ പരന്നു കിടക്കുന്ന കടല് കണ്ടപ്പോൾ ഈ കടൽ പക്ഷിക്കുഞ്ഞ് പേടിച്ച് പിന്മാറി. The sea was miles down. He thought his wings would not support him, so he ran back to the little hole under the ledge and slept there at night. ആ പക്ഷിക്കുഞ്ഞിന് തോന്നി തൻ്റെ ചിറകുകൾക്ക് ബോഡിയെ താങ്ങാനുള്ള ശേഷിയില്ല എന്ന് വിചാരിച്ച് പേടിച്ച് തിരിച്ചു വന്ന് കൂട്ടിൽ കിടന്ന് ഉറങ്ങി. His brothers and sister had shorter wings than him. Even when he saw them running to the edge of the ledge, flapping their wings and flying away, he did not have the courage to fly. ഈ പക്ഷിക്കുഞ്ഞിന്റെ ബ്രദേഴ്സിനും സിസ്റ്ററിനും ഒക്കെ ഈ പക്ഷിക്കുഞ്ഞിനെക്കാളും ചെറിയ വിങ്സ് ആണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും അവർ പറന്നുപോയി. അത് കണ്ടിട്ടും നമ്മുടെ സീഗൾ കുഞ്ഞിന് പറക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല.
His father and mother shouted at him, scolded him and threatened to starve him. ഈ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും, അമ്മ പക്ഷിയും അച്ഛൻ പക്ഷിയും ഈ കുഞ്ഞിനെ ഒരുപാട് വഴക്ക് പറഞ്ഞു, പട്ടിണിക്കിടുവെന്ന് ത്രെറ്റൻ ചെയ്തു. ബട്ട് ഹി ഡിഡ് നോട്ട് മൂവ്. പക്ഷേ ഈ പക്ഷിക്കുഞ്ഞ് കൂട്ടിൽ നിന്നും മാറിയില്ല. ദിസ് വാസ് യെസ്റ്റർഡേ. ഇത് നടന്നതെല്ലാം തലേ ദിവസമാണ്. സിൻസ് ദെൻ നോബഡി ഹാഡ് കം ടു ഹിം. The day before, all day long, he had watched his parents flying about with his brothers and sisters. അതിൻ്റെ തലേ ദിവസം എല്ലാം തന്നെയും ഈ പക്ഷിക്കുഞ്ഞ് തൻ്റെ കൂടെയുള്ള ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ അച്ഛനമ്മമാരുടെ കൂടെ വിശാലമായ കടലിന് മേളിൽ പറന്ന് നടക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുവാണ്. They were teaching them the art of flight. ഇവരെല്ലാം തന്നെയും ഈ പക്ഷിക്കുഞ്ഞിനെ പറക്കുന്ന ആ ഒരു കല പഠിപ്പിക്കാൻ ശ്രമിച്ചു. They taught them to skim the waves and to dive for fish. ഈ അമ്മ പക്ഷിയും അച്ഛൻ പക്ഷിയും എങ്ങനെയാണ് വായുവിനെ വകഞ്ഞ് മാറ്റി സ്കിം ചെയ്ത് മീൻ പിടിക്കാനായിട്ട് വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്ത് പോകണം, അതായത് ചാടി മീൻ പിടിക്കേണ്ടതെന്നൊക്കെ പഠിപ്പിക്കുമായിരുന്നു. He saw his older brother catching. അപ്പോൾ നമുക്ക് ആ കഥ തുടരാം. നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് ഈ സീകൾ കുഞ്ഞ് പേടിച്ച് ആ പാറപ്പുറത്ത് തന്നെ ഇരിക്കുകയാണ്. സീകൾ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും മറ്റ് ബ്രദേഴ്സിനെയും സിസ്റ്ററിനെയും പറക്കാനായിട്ട് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ they taught them to skim the waves and to dive for fish. അച്ഛനും അമ്മയും വായുവിനെ വകഞ്ഞു മാറ്റി പറക്കാനും മീൻ പിടിക്കാനും പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. He saw his older brother catching his first herring and eating it. നമ്മുടെ സീകൾ കാണുകയാണ് തൻ്റെ ബ്രദർ ആദ്യത്തെ ഹെറിങ് എന്ന് പറയുന്ന മത്തിയാണ്, ആദ്യത്തെ മീൻ പിടിച്ച് കഴിക്കുന്നത് കാണുന്നു. സ്റ്റാൻഡിങ് ഓൺ എ റോക്ക്, ഒരു പാറപ്പുറത്തിരുന്ന് കഴിക്കുന്നത് കാണുന്നു. ഹിസ് പേരൻസ് were happy to see their son catching his first fish. They circled around making a proud cackle. തൻ്റെ മകൻ സ്വന്തമായിട്ട് മീൻ പിടിക്കുന്നത് കണ്ട് അച്ഛനും അമ്മയും അഭിമാനത്തോടു കൂടി കാക്കിൾ ചെയ്തു, അതായത് ശബ്ദമുണ്ടാക്കി വട്ടത്തിൽ പറക്കാൻ തുടങ്ങി. All the morning the whole family had walked about on the big plateau on the opposite cliff, laughing at the cowardice of one of their members. ആ ദിവസം മുഴുവൻ ഈ പക്ഷിക്കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ഈ പക്ഷിക്കുഞ്ഞിരിക്കുന്ന പാറയുടെ എതിർവശത്തുള്ള ഒരു പരന്ന പാറ, ഒരു പ്ലാറ്റോ, അവിടെ ഇരുന്നിട്ട് തങ്ങളുടെ മക്കളുടെ ഒരാളുടെ പേടി, കവേർഡൈസ് എന്ന് പറഞ്ഞാൽ ഭീരുത്വം കണ്ട് കളിയാക്കി ചിരിച്ചുകൊണ്ട് മറ്റൊരു പാറയിലിരിക്കുമായിരുന്നു. The sun was now climbing the sky and it became very hot on the ledge. ചൂട് കൂടി വന്നു. He felt the heat more because he had not eaten anything since yesterday night. നമ്മുടെ പക്ഷിക്കുഞ്ഞ് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് പക്ഷിക്കുഞ്ഞ് കൂടുതൽ തളരാൻ തുടങ്ങി. He found a dried piece of mackerel's tail at the far end of the ledge. There was no food left. നമ്മുടെ പക്ഷിക്കുഞ്ഞ് ഈ പാറയുടെ അറ്റത്ത് ഉണങ്ങിയ ഒരു മാക്കറൽ എന്ന് പറഞ്ഞാൽ അയിലമീനാണ്. അയിലമീനിൻ്റെ ഉണങ്ങിയ കുറച്ച് ഭാഗം, ടെയിലിൻ്റെ ഭാഗം കണ്ടു. വേറെ ഫുഡൊന്നും അത് കണ്ടെത്തിയില്ല. He had searched everywhere, even in the rough, dirt-caked straw nest where he and his brothers and sister were hatched. പക്ഷിക്കുഞ്ഞ് എല്ലായിടത്തും തപ്പി ഫുഡിന് വേണ്ടിയിട്ട്. താനും തൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ മുട്ട വിരിഞ്ഞ് ഹാച്ച് ചെയ്ത ആ സ്ഥലത്തും അഴുക്കൊക്കെ കട്ടി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. He even tried to get something from the dried pieces of eggshell. ഉണങ്ങി അവിടെ കിടന്ന മുട്ടത്തോടുകളിലും എന്തെങ്കിലും തിന്നാനുണ്ടോ നോക്കി. It was like eating a part of himself. സ്വന്തമായിട്ട് തിന്നുന്നത് പോലെയാണ് സ്വന്തം മുട്ടത്തോട് തിന്നുന്നതിനെ പറ്റി ഈ പക്ഷിക്കുഞ്ഞിന് തോന്നിയത്. He then ran back and forth from one end of the ledge to the other. He wanted to reach his parents without having to fly. പക്ഷിക്കുഞ്ഞ് അച്ഛനമ്മമാരുടെ അടുത്തെത്താൻ നോക്കി, പക്ഷെ അച്ഛനമ്മമാർക്ക് അടുത്തെത്താൻ പറ്റില്ല, കാരണം ഇടയ്ക്ക് കടലാണ്, അപ്പുറത്തെ പാറയിലാണ് അവരിയ്ക്കുന്നത്. But at each side of him the ledge ended in a sheer fall of precipice.
അതായത് ഈ ലെഡ്ജ് രണ്ട് സൈഡിലും ഈ ലെഡ്ജ് അവസാനിക്കുകയാണ്. ഷിയർ ഫോൾ ഓഫ് പ്രസിപ്പൈസ് എന്ന് പറഞ്ഞാൽ നേരെ താഴോട്ടൊരു കുത്തനെ ഒരു താഴ്ചയായിരുന്നു. വിത്ത് ദ സീ അണ്ടർ ഇറ്റ്, അടിയിൽ കടലുമായിരുന്നു. ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പേരൻസ് ദർ വാസ് എ ഡീപ് വൈഡ് ക്രാക്ക്, നടുവിലൊരു വലിയ വിടവുണ്ടായിരുന്നു. He wanted to reach his parents by walking towards them, but there was no ledge to walk on. അച്ഛനമ്മമാരുടെ അടുത്തെത്താൻ വഴിയൊന്നും ഇല്ലായിരുന്നു. The only way to reach them was to flying to them. പറക്കുക മാത്രമായിരുന്നു അവസാനത്തെ പോംവഴി. He stepped slowly out to the very end of the ledge. He stood on one leg, hiding the other leg under his wing. He closed one eye, then he closed the other. He pretended to be falling asleep. അപ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങുന്നത് പോലെ നടിച്ചു. അമ്മയെ അട്രാക്ട് ചെയ്യാനുള്ള വഴിയായിരുന്നു. ബട്ട് ഹിസ് പേരൻസ് ടുക്ക് നോ നോട്ടീസ് ടു ഹിം. അച്ഛനമ്മമാരെ മൈൻഡ് ചെയ്തില്ല. ഹി സോ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ലൈയിങ് ഓൺ ദ പ്ലാറ്റോ ഡോസിങ്. തൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നത് കണ്ടു. ഹിസ് ഫാദർ വാസ് പ്രീനിങ് ദ ഫെദേഴ്സ് ഓൺ ഹിസ് വൈറ്റ് ബാക്ക്. അച്ഛനാണെങ്കിൽ തൂവൽ ഒതുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. Only his mother was looking at him. അമ്മ മാത്രമാണ് ഈ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത്. She was standing on a high hump of the plateau. Her white breast was thrust forward. Now and again she tore at a piece of fish at her feet and then scraped each side of her beak on the rock. അമ്മ ഒരു മീനിനെ കീറിപ്പറിച്ച് കഴിക്കുമായിരുന്നു. എന്നിട്ട് ചുണ്ട് ആ പാറയിൽ ഉരയ്ക്കുന്നുണ്ടായിരുന്നു. The sight of the food maddened him. ഈ ഫിഷ് കണ്ടപ്പോൾ നമ്മുടെ പക്ഷിക്കുഞ്ഞിന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. He loved to tear food that way, scraping the beak to sharpen it. He made a low sound. His mother also made a similar sound and looked at him. മകന് കൊതി വന്നു ഈ മീൻ തിന്നാനായിട്ട്. അമ്മ ചെയ്യുന്ന പോലെ ചെയ്യാൻ തോന്നി. അപ്പം ഈ പക്ഷിക്കുഞ്ഞ് അമ്മയെ അട്രാക്ട് ചെയ്യാനായിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കി. അമ്മയും അതുപോലൊരു ശബ്ദം തിരിച്ചുണ്ടാക്കി. She cried ga ga ga, begging her to bring some food to him. She screamed back mockingly at him. ഈ പക്ഷിക്കുഞ്ഞ് ഒരു ശബ്ദം ഉണ്ടാക്കി അമ്മയോട് യാചിക്കുകയായിരുന്നു എനിക്ക് കുറച്ച് ഫുഡ് തരാൻ. പക്ഷെ അമ്മ എന്ത് ചെയ്തു? അമ്മ അവനെ കളിയാക്കി, മോക്ക് ചെയ്തു. He kept on making his sorrowful sounds and then suddenly uttered a joyful scream. അങ്ങനെ നമ്മുടെ പക്ഷിക്കുഞ്ഞ് പെട്ടെന്ന് ഒരു സന്തോഷത്തിന്റെ ഒരു ശബ്ദമുണ്ടാക്കി. എന്തായിരുന്നു കാര്യം? Her mother had picked up a piece of fish and was flying towards him. അമ്മ ഒരു മീനിന്റെ പീസും കൊണ്ട് തന്റെ അടുത്തേക്ക് പറന്നു വരുന്നത് കണ്ടു. അപ്പോഴാണ് പക്ഷിക്കുഞ്ഞിന് വളരെ സന്തോഷം തോന്നിയത്. He leaned out eagerly, tapping the rock with his feet, trying to get nearer her. നമ്മുടെ പക്ഷിക്കുഞ്ഞ് കാലൊക്കെ താളത്തില് പാറയിൽ അടിച്ച് ഹാപ്പിനെസ് കാണിച്ചു. But when she was just opposite to him, she halted, her legs hanging limp, her wings motionless. The piece of fish was almost within the reach of his beak. എന്നാൽ അമ്മ പക്ഷി ഫിഷ് കൊടുത്തില്ല. പകുതി വഴിക്ക് വെച്ച് അവിടെ വായുവിൽ തന്നെ നിന്നു. He waited a moment, wondering why she is not coming nearer. Then, maddened by hunger, he dived at the fish. അമ്മ എന്തുകൊണ്ടാണ് ഫുഡ് തരാത്തതെന്ന് ഈ പക്ഷിക്കുഞ്ഞ് വിചാരിച്ചു. കൊതി കൊണ്ട് ഭ്രാന്ത് പിടിച്ചിട്ട് ഈ ഫുഡിന് നേരെ പക്ഷിക്കുഞ്ഞൊന്ന് ഡൈവ് ചെയ്യാൻ ശ്രമിച്ചു. വിത്ത് എ ലൗഡ് സ്ക്രീം ഹി ഫെൽ ടു ഔട്ട്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് ഇൻ ടു ദ സ്പേസ്. പക്ഷിക്കുഞ്ഞ് മുന്നോട്ടും താഴേക്കും ഒന്ന് വീണു ആദ്യം. ഹിസ് മദർ ഹാഡ് സ്വൂപ്ഡ് അപ്വേർഡ്സ്. അപ്പോൾ ഈ അമ്മ പക്ഷി മുകളിലേക്കൊന്ന് ആഞ്ഞു പറന്നു. As he passed under her, he heard the sound her wings were making. അപ്പോൾ നമ്മുടെ പക്ഷിക്കുഞ്ഞ് അമ്മ പക്ഷിയുടെ അടിയിൽ പറക്കാൻ തുടങ്ങി. അമ്മ പക്ഷിയുടെ വിങ്സിന്റെ സൗണ്ട് നമ്മുടെ പക്ഷിക്കുഞ്ഞിന്റെ ചെവികളിൽ മുഴങ്ങി. He was terrified for a moment and his heart froze. കുറച്ചു സമയത്തേക്ക് പക്ഷിക്കുഞ്ഞ് പേടിച്ചു പോയി. ഹൃദയം മരവിച്ചതുപോലെ തോന്നി. He could hear nothing. It lasted only a moment. The next moment he felt his wings spreading outwards. ഒരു നിമിഷമേ ആ പേടി ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത നിമിഷം തൻ്റെ ചിറകുകൾ ഉയർന്ന് പറക്കുന്നതാണ് ഈ പക്ഷിക്കുഞ്ഞിന് അനുഭവപ്പെട്ടത്. He felt the wind under his stomach and against his wings. He could feel the tips of his wings cutting through the air. തൻ്റെ വയറിൻ്റെ അടിയിലും മേളിലും ഒക്കെ കാറ്റിൻ്റെ ഓട്ടം ഈ പക്ഷിക്കുഞ്ഞ് ഫീൽ ചെയ്തു. അതിനുശേഷം
ഹി വാസ് നോട്ട് ഫോളിംഗ് നൗ, വീഴുന്നില്ല, പറക്കുകയാണ് ചെയ്യുന്നത്. ഹി വാസ് നോ ലോങ്ങർ എഫ്രൈഡ്, ഹി ജസ്റ്റ് ഫെൽറ്റ് എ ലിറ്റിൽ ഡിസി, ചെറുതായിട്ട് തല കറങ്ങുന്ന പോലെ തോന്നി, പക്ഷെ ഭയം തോന്നിയില്ല. Then he flapped his wings and soared upwards. അപ്പോൾ നമ്മുടെ പക്ഷിക്കുഞ്ഞ് ആദ്യമായി ചിറകുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് മുകളിലേക്ക് പറക്കാൻ തുടങ്ങി. He made a joyful sound and flapped his wings again. He climbed higher. He raised his breast and banged against the wind. തന്റെ ശരീരം മുകളിലേക്ക് ഉയർത്തി ഈ പക്ഷിക്കുഞ്ഞ് മുകളിലേക്ക് പറക്കാൻ തുടങ്ങി. ഗാ 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 ഗാ, അത് വളരെ സന്തോഷത്തോടു കൂടി ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. He cackled. His mother also made a sound and flew past him. അമ്മയ്ക്കും വളരെ സന്തോഷമായി. അമ്മ മകനെ വെട്ടിച്ച് മുന്നിലേക്ക് പറന്നു. Her wings making a loud sound. He answered her with another shout of joy. മകൻ അമ്മയോടൊപ്പം സന്തോഷത്തിൻ്റെതായിട്ടുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ കുഞ്ഞും അമ്മയും ഒരുമിച്ച് പറന്നു വരികയാണ്. Then his father flew over him screaming. അച്ഛനും സന്തോഷമായി, അച്ഛനും സ്ക്രീം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഒപ്പം പറന്നു. Then he saw his brothers and sister flying around him, soaring and diving. തൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും എല്ലാം ചുറ്റും പറന്ന് നടന്നു. സോറി ചെയ്യുക എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പറക്കുക. സോറി ചെയ്ത് ഡൈവ് ചെയ്ത് ബാക്കിയുള്ളവരും ഒപ്പം കൂടി. He forgot he had not been able to fly. He started diving and soaring, making loud noises of joy. തനിക്ക് പറക്കാൻ അറിയില്ലായിരുന്നു എന്നുള്ള കാര്യം പോലും ഈ കുഞ്ഞ് മറന്നുപോയി. He was near the sea now, flying right over it. He saw the vast green sea under him and little waves moving on it. ഇപ്പോൾ ഈ പക്ഷിക്കുഞ്ഞ് കടലിന്റെ നേരെ മേളിലാണ്. ചെറിയ തിരകൾ അടിച്ചു പോകുന്നത് കുഞ്ഞ് ശ്രദ്ധിച്ചു. He turned his beak sideways and crowed in a funny way. പലതരം ശബ്ദങ്ങൾ ഉണ്ടാക്കി. His parents and his brothers and sister had landed on the green floor in front of him. തൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും ഈ കടലിന്റെ മുകളിൽ ലാൻഡ് ചെയ്യുന്നത് ഈ കുഞ്ഞ് കണ്ടു. They were signaling to him, calling him. അവർ ഈ കുഞ്ഞിനോട് കടലിലേക്ക് ഇറങ്ങാനായിട്ട് ആംഗ്യം കാണിക്കുകയായിരുന്നു. He dropped his legs to stand on the green sea. His legs sank on it. ഈ കുഞ്ഞ് തൻ്റെ കാല് വെള്ളത്തിലേക്ക് ഇറക്കി, പക്ഷെ കാല് താഴേക്ക് മുങ്ങിപ്പോയി. പക്ഷെ എന്തു പറ്റി? അപ്പോൾ ഒന്ന് പേടിച്ചു പോയി. പക്ഷെ ബോഡി വെള്ളത്തിൽ ടച്ച് ചെയ്തപ്പോൾ ആ കുഞ്ഞ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ തുടങ്ങി. He screamed with fear and tried to rise again, flapping his wings. He was tired and weak with hunger and could not rise, exhausted with the exercise. ഇത്രയായപ്പോഴേക്കും ഈ കുഞ്ഞ് ആകെ തളർന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ വെള്ളത്തിൽ കുഞ്ഞിൻ്റെ ബോഡി മുട്ടിയിരിക്കുകയാണ്. His feet sank into the green sea and his belly touched it and he sank no more. കാലുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയി, പക്ഷേ വയറ് വെള്ളത്തിൽ മുട്ടിയപ്പോഴത്തേക്കും ആ കുഞ്ഞ് വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു. He was floating on it around. അങ്ങനെ ഈ കഥയുടെ ലാസ്റ്റ് ഭാഗമായിരിക്കുകയാണ്. അങ്ങനെ ഈ കുഞ്ഞ് വെള്ളത്തിൽ നീന്തുന്നു. നമ്മുടെ അമ്മ പക്ഷിയും അച്ഛൻ പക്ഷിയും ബ്രദേഴ്സും സിസ്റ്ററും എല്ലാം ഡോഗ് ഫിഷ് എന്ന് പറയുന്ന ഒരുതരം മീനിന്റെ പീസുകൾ ഈ കുഞ്ഞിന് ഒരു അപ്രീസിയേഷൻ പോലെ കൊടുക്കുകയാണ്. അപ്പൊ ലാസ്റ്റ് ഭാഗം, ഹി വാസ് ഫ്ലോട്ടിംഗ് ഓൺ ഇറ്റ്, അറൌണ്ട് ഹിം ഹിസ് ഫാമിലി വാസ് സ്ക്രീമിംഗ് വിത്ത് ജോയ്, പ്രൈസിംഗ് ഹിം ആൻഡ് ദേ വർ ഓഫറിംഗ് ഹിം സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ്. He had made his first flight. അങ്ങനെ നമ്മുടെ സീഗൾ കുഞ്ഞ് തന്റെ ആദ്യത്തെ പറക്കൽ വിജയകരമായിട്ട് നടത്തി. താങ്ക് യു.